ബൈബിൾ പറയുന്നു, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനം. ഞാൻ ചില സഭകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വലിയ സഭകളാകട്ടെ ചെറിയ സഭകളാകട്ടെ, അവിടെ ഒത്തിരി പാവങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒത്തിരി പാവപ്പെട്ട അമ്മച്ചിമാർ കടന്നു വരുന്നുണ്ട്, അപ്പച്ചന്മാർ കടന്നു വരുന്നുണ്ട്. അവർക്ക് നല്ല ഡ്രസ്സുകളില്ല, ഒരാഴ്ച കഴിക്കാൻ വേണ്ടുന്നത്ര ഭക്ഷണമില്ല, നല്ല വൈറ്റമിൻസിൻ്റെ ആഹാരമില്ല. നമ്മളെല്ലാവരും പാസ്റ്റർമാർക്ക് ദശാംശങ്ങളും മറ്റ് സ്തോത്ര കാഴ്ചകളൊക്കെ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം, ചെയ്യാതിരിക്കുന്നത് പാവമാണ്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടെ ഈ സഭകളിൽ കടന്നു വരുന്നു എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചില ആൻറ്റിമാരെ പരിചയപ്പെട്ടു, ചില അപ്പച്ചന്മാരെ പരിചയപ്പെട്ടു, ഇല്ലാത്തവരെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മളല്ലേ അവരെ സഹായിക്കേണ്ടേ? ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ, മുഷിഞ്ഞ ഡ്രസ്സിട്ടവരെ കാണുമ്പോൾ നമ്മളെപ്പോലെ സ്റ്റൈലുള്ളവരുടെ അടുത്ത് പോയി നമ്മൾ റിലാക്സ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തെറ്റായൊരു കാര്യമാണ്. നിങ്ങൾ ഭക്ഷണമില്ലാതെ വാടി തളർന്ന് കുഴങ്ങിയിരിക്കുന്ന അമ്മമ്മമാരെ കാണുമ്പോൾ നിങ്ങളെന്താ ചെയ്യണം? ചിലപ്പോൾ അവരുടെ മക്കൾ അന്വേഷിക്കാത്തവരായിരിക്കും കേട്ടോ. ചിലപ്പോൾ മരുമക്കൾ ഒന്നും അന്വേഷിക്കാൻ സമ്മതിക്കാത്തവരായിരിക്കും. അവരെ സഹായിക്കണം, മാക്സിമം അവരെ സഹായിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം.